ഹലോ ഗായ്സ്, വെൽക്കം ടു കാസ്റ്റോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് ബെല്ലറീൻ മാൻ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അന ഡാമറസ്, ഇയാൻ മെക്ഷീൻ, ഗാബ്രിയൽ ബയർന്, ലാൻസ് റെഡിക്, കീൻ റീവ്സ് എന്നിവരാണ്. പടത്തിൻ്റെ മ്യൂസിക് ഇതിന് ടൈലർ ബീറ്റ്സ് ആണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ലെൻ വൈസ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോൺ വിക്ക് സീരീസിൻ്റെ ജോൺ വിക്ക് 1 to 4 ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചാഡ് സ്റ്റാഹിൽസ്കിയും കീൻ റീവ്സും, പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള ചാഡ് ഹെയ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇവരൊക്കെയാണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ പടത്തിൻ്റെ എഡിറ്റ് ചെയ്തിരുന്നത് ജൂലിയൻ ക്ലാർക്ക് ാണ്. പിന്നെ ഈ സിനിമയുടെ ഇത് ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് റോമൈൻ ലെബർക്കസ് എന്ന് പറഞ്ഞ ഒരാളാണ്. പടം എങ്ങനെയുണ്ടോ ചോദിച്ചാൽ വേറെ ലെവൽ ഫയറിങ് മൂവി എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ. പടത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു അസാസിൻ ഒരാൾ അന ഡാമറസിൻ്റെ അച്ഛനെ ഗാബ്രിയൽ ബയറിന് കൊല്ലും. അപ്പോൾ അതിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോൺ വിക്ക് ജോലി ചെയ്യണ ഓർഗനൈസേഷൻ ഇല്ലേ, റസ്ക റോമ ഓർഗനൈസേഷൻ, അതിൽ ഇവളെ അസാസിനായിട്ട് ട്രെയിൻ ചെയ്യും. അങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ അച്ഛനെയും അമ്മയും പിന്നെ അനിയത്തിനെയും സഹോദരിനെയും കൊന്ന ആളെ എങ്ങനെ തീർത്ത്, അഥവാ ഗാബ്രിയൽ ബയറിനെ എങ്ങനെ കൊന്നു എന്നതാണ് സിനിമയുടെ കഥ. കറക്റ്റ് പറഞ്ഞാൽ ഒരു റിവെഞ്ച് ഫിലിമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ എനിക്കൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം എൻജോയബിളാണ്. ബട്ട് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് സ്റ്റണ്ടാണ്. പ്രത്യേകിച്ച് ഇതിൽ ഫയർ ഗണ്ണും വെച്ചിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ക്ലൈമാക്സ് ആകുമ്പോഴാണ് അത് വരുന്നത്. അതും അത്യാവശ്യം നൈസായിരുന്നു. അത് ഈ ഫയർ സ്പെഷ്യലിസ്റ്റായിട്ട് ആളുടെ പേര് കറക്റ്റ് പറയണം, ബ്രൈസ് ബ്രനാഗൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഫയർ സ്പെഷ്യലിസ്റ്റായിട്ട് നിൽക്കുന്ന. സൂപ്പർബ് എന്നു പറയണം. കാരണം അത് അമ്മാതിരി സീനെടുത്തത്. ആ ഫൈറ്റ് സീക്വൻസ് അത്യാവശ്യം സൂപ്പർ. ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസസ് ആണ് എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ മ്യൂസിക് ആൻഡ് BGM ടൈലർ ബീറ്റ്സ് പൊളിച്ചടുക്കിയിട്ടാണ് അവർ. പിന്നെ എഡിറ്റിങ്ങും സൂപ്പർ സിനിമ. പിന്നെ വിഷ്വൽ വൈസ് അതെന്തുണ്ടാകുന്നതിന് വരെ ഒരു കുഴപ്പമില്ല. 2 മണിക്കൂർ 7 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷനായിട്ട് പറയുന്നത്. അത് അത്യാവശ്യം പൊളിച്ച് അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ കീൻ റീവ്സിൻ്റെ ക്യാമിയോ എൻ്റെ പൊന്നോ, ആദ്യം അങ്ങനെ സ്റ്റാർട്ടിങ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ഒരു പടം തുടങ്ങി ഇത്തിരി നേരം ആകുമ്പോൾ അങ്ങനെ കാണിക്കും. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റിലോട്ട് എത്തുമ്പോഴാണ് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഈ സിനിമയിൽ എനിക്ക് ഒരു ഹൈലൈറ്റഡ് പോസിറ്റീവ് കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ കീൻ റീവ്സും അന ഡാമറസുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നോ, സൂപ്പർബ് സ്റ്റാൻഡിങ് സൂപ്പർബായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അത് വിഷ്വൽ വൈസ് ആണെങ്കിലും അത്യാവശ്യം നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാബ്രിയൽ ബ്രൈനെ കൊല്ലണത് എന്നുള്ള സീനാണെങ്കിലും അത്യാവശ്യം കൊള്ളാം. പിന്നെ നോർമനെ സംരക്ഷിക്കാൻ നോക്കുന്ന സീനൊക്കെ, സംരക്ഷിക്കാൻ നോക്കുന്ന സീനൊക്കെ അത്യാവശ്യം സൂപ്പർബായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്കിത്ര തൽക്കാലത്തേക്ക് പറയാനുള്ളൂ. പിന്നെ പടം കണ്ടത് ലുലു മാൾ PVRലാണ് പോയി കണ്ടത്. അപ്പോൾ ഞാൻ മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ ഞാൻ പറയും. ഒരുത്തിന് മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുകയാണ്. പിന്നെ ഒരു കാര്യം, ജോൺ വിക്ക് ഫിലിം സീരീസിൽ ഒരു പടം പോലും കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. അത് വേറെ കാര്യം. ഞാനത് ഫുള്ളായിട്ട്
കണ്ടിട്ടുള്ളത് ഇത് എനിക്ക് ഇതിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു പോകുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക. പിന്നെ ഈ സിനിമയുടെ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.